ട്രാഫിക് നിയമങ്ങളും മോട്ടോർ വാഹന നിയമങ്ങളും ഒക്കെ നമ്മൾ എത്ര പാലിക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുന്ന ഒരു വാർത്തയിലേക്കാണ്. കാറും പോയി, ലൈസൻസും പോയി. കാറിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചതിന് നിയമ നടപടി നേരിട്ട ബ്ലോഗർ സഞ്ജു ടി എസിൻ്റെ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ഗുരുതരമായ പരാമർശങ്ങൾ. സഞ്ജു ടി എസ് സ്ഥിരം കുറ്റക്കാരനെന്ന് മോട്ടോർ വാഹന വകുപ്പ്. നിയമം ലംഘിക്കുക മാത്രമല്ല, വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന്, സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുത്തതിന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉത്തരവിൽ പ്രത്യേക പരാമർശമുണ്ട്. മനീഷ് മഹിവാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ഓടുന്ന സ്വിമ്മിംഗ് പൂളിൻ്റെ കക്ഷിക്ക് എന്തൊക്കെയാണ് വിവരങ്ങൾ? പറയൂ മനീഷ്. എസ്കെൻ, ഈ ഓടുന്ന സ്വിമ്മിംഗ് പൂളിൽ ഓടുന്ന വാഹനത്തിൽ സ്വിമ്മിംഗ് പൂള് സെറ്റ് ചെയ്തത് മാത്രമല്ല, ഇയാൾ ഒട്ടേറെ ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങൾ ഈ വാഹനത്തിൽ ചെയ്ത ശേഷം അത് വീഡിയോ അപ്ലോഡ് ചെയ്ത് പണമുണ്ടാക്കിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. MVD ഇതിനായി തന്നെ പ്രത്യേക ഒരു സംഘത്തെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ തന്നെ പരിശോധിച്ച് ഇയാൾ നടത്തിയിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള നിയമലംഘനങ്ങളാണ് നടത്തിയെന്നൊക്കെ തന്നെ കണ്ടെത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾക്കെതിരെ ആദ്യം തന്നെ നടപടിയെടുത്ത ഘട്ടത്തിൽ, ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച സംഭവത്തിൽ നടപടിയെടുത്തപ്പോഴാണ് ഇയാൾ നിയമവ്യവസ്ഥകളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട്, സർക്കാർ സംവിധാനങ്ങളെ ആകെ അവഹേളിച്ചുകൊണ്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോഴാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇയാൾ നടത്തിയിട്ടുള്ള മറ്റ് മോട്ടോർ വാഹന നിയമലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഇയാൾ നടത്തിയിട്ടുള്ള ഈ യൂട്യൂബ് വീഡിയോ എല്ലാം പരിശോധിച്ചപ്പോഴാണ് ഇയാൾ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്നു. അതിലൊക്കെ തന്നെ ഇയാൾ ഈ നിയമലംഘനങ്ങൾ നടത്തുന്നത് മാത്രമല്ല, ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ശേഷം അത് തെറ്റായ സന്ദേശം നൽകുന്നു. ഇത് മറ്റുള്ളവർ അനുകരിക്കാൻ കൂടി സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇനി വാഹനം ഓടിച്ചാൽ അത് പൊതുസമൂഹത്തിന് തന്നെ ഭീഷണിയാകുമെന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷയാണ് ഇയാൾക്ക് നൽകിയിട്ടുള്ളത്. അതായത് ഇയാളുടെ ലൈസൻസ് ആജീവനാന്തകാലം റദ്ദാക്കിയിട്ടുണ്ട്. ഇയാൾക്കിതിനെതിരെ ഈ അപ്പീൽ പോകാൻ സാധിക്കും. പക്ഷേ അപ്പീൽ പോയാലും ആദ്യം പോകേണ്ടത് ഡെപ്യൂട്ടി കമ്മീഷണറുടെ അടുത്തേക്ക്, പിന്നീട് ഹൈക്കോടതിയുടെ അടുത്തേക്കാണ്. പക്ഷേ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ എത്രത്തോളം ഹൈക്കോടതി ഈ സഞ്ജു ടെക്കിയുടെ അല്ലെങ്കിൽ സഞ്ജു ടി എസ് എന്ന ഈ 27-കാരൻ്റെ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നിലപാടെടുക്കുമെന്നാണ് നോക്കിക്കാണേണ്ടത്. ഇയാൾക്ക് നിലവിൽ ഇയാളുടെ ലൈസൻസ് റദ്ദാവുകയും ഇയാളുടെ വാഹനം, സഫാരി വാഹനം പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വാഹനം, ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച ആ വാഹനം ആണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അത് അന്ന് ഓടിച്ച വ്യക്തിയുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുണ്ട്. മറ്റ് 18 വയസ്സ് പൂർത്തിയാകാത്തൊരു വ്യക്തിയെ കൊണ്ട് ഈ വാഹനം ഓടിപ്പിച്ചതിന് നേരത്തെ സഞ്ജു ടി എസിനെതിരെ കേസ് നിലവിലുണ്ട്. ഇതുപോലെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, നിയമലംഘനങ്ങൾ, 160 കിലോമീറ്റർ സ്പീഡിൽ വാഹനം ഓടിക്കുക, ഈ വീഡിയോ എടുത്തുകൊണ്ട് വാഹനം ഓടിച്ച ശേഷം അത് സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത് പണമുണ്ടാക്കുക, അങ്ങനെ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഈ രീതിയിൽ തെറ്റായ സന്ദേശം കൊടുക്കുന്നത് മാത്രമല്ല, ഇതിൽ നിന്നും ഇയാൾ പണം ഉണ്ടാക്കി എന്നുള്ള ഒരു കാര്യം കൂടി ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ സഞ്ജു ടി എസ് നിലവിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനം തുടരുകയാണ്. ഇനിയും 3 ദിവസം കൂടി സാമൂഹ്യ സേവനം ഇയാളും സുഹൃത്തും ചെയ്യണം. SK മനീഷ് മഹിവാൽ.